അപ്പോൾ ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്ന് പറയുന്നത് വെച്ചാൽ R15ൻ്റെ ചെയിൻ സ്പ്രോക്കറ്റാണ്. ഏത് ചെയിൻ സ്പ്രോക്കറ്റാണ് ഏറ്റവും ബെറ്റർ, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഏത് ബ്രാൻഡിനെയാണ് വേണ്ടത്, ഏത് ടൈപ്പാണ് വേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രാസിൻ്റെ റോളോൻ്റെ ചെയിൻ സ്പ്രോക്കറ്റാണ്. അപ്പോൾ ഈ ബ്രാസ് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ ചെയിൻ വലിഞ്ഞു പോലെ ഇതിപ്പോൾ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ ഉപയോഗം. ഫുൾ ബ്രാസ് അല്ല വരുന്നത്, ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ ആ ചെയിനിൽ പെട്ടെന്ന് തുരുമ്പ് കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ കൂടാതെ തന്നെ ഇത് ഈ ബ്രാസ് ടൈപ്പ് ആണെങ്കിൽ ചെയിൻ വലിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. വല്ലപ്പോഴും ഒക്കെ ചെയിൻ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ചിലർക്ക് നേരെയൊക്കെ യൂസ് ചെയ്യുന്ന സാധാ സ്റ്റോക്ക് ടയറിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് 40,000 കിലോമീറ്ററിന് മേലെ ഇതിന് ലൈഫ് കിട്ടും. പിന്നെ ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു സാധാ ഒരു ചെയിൻ സ്പ്രോക്കറ്റാണ്. അതിന് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ വളരെ കട്ടി കുറഞ്ഞൊരു ചെയിനാണ് അതിൽ വരുന്നത്. തിന്നായിട്ടുള്ള ഒരു ചെയിനാണ് അത്. ഇത് ആണെങ്കിൽ കമ്പനി വരുന്ന ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഇരട്ടി കനമാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. നമുക്ക് തരുന്നതിനെക്കാട്ടിയും കനം കൂടിയ ചെയിനാണ് നമുക്ക് റോളോൻ്റെ ബ്രാസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും സ്ട്രെങ്ത് കൂടുതലായിരിക്കും ഈ ചെയിൻ. അതുകൊണ്ടാണ് ഈ 40,000 കിലോമീറ്റർ കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാറുമ്പോൾ ബ്രാസേ വാങ്ങിക്കാറുള്ളൂ. റോളോൻ്റെ തന്നെ അല്ല നോർമലും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണെങ്കിൽ പോലും കുറച്ച് പൈസ കുറവാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് വാങ്ങിച്ചിടരുത്. ഇതൊരു 10, 600, 500 ആ റേഞ്ചിൽ വ്യത്യാസമേ വരുള്ളൂ ബ്രാസിൻ്റെത്. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈഫ് കിട്ടും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടത് ഇതാണ്. രണ്ട് ചെയിനും തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. ബ്രാസിൻ്റെ ചെയിൻ ഇതാണ് നമുക്ക് കമ്പനി വരുന്ന ചെയിൻ. ഓക്കെ, ഈ ഒരു തിക്നെസ്സാണ് വരുന്നത് കമ്പനിയുടെ ചെയിൻ. ഇതിൻ്റെ ഈ ചെയിനിൻ്റെ ഡബിളുണ്ട് നമ്മുടെ ബ്രാസിൻ്റെ ചെയിൻ. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിരിക്കും. ഏകദേശം വലിയ വണ്ടികളിലൊക്കെ വരുന്ന ചെയിൻ്റെ ആ ഒരു കനവും കാര്യങ്ങളെല്ലാം ഇതിൽ വരും. അതേ സ്ട്രെങ്ത്തിലാണ് വരുന്നത്. ഇതാകുമ്പോൾ വളരെ തിക്നെസ് കുറഞ്ഞത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയിൻ ലൂസാവും, വലിഞ്ഞ് പോകും. കാരണം ലൈഫ് കിട്ടത്തില്ല. ഒരു 10-15 അതിനകത്ത് എന്തായാലും ഇത് പോയിരിക്കും. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 40,000 ആ റേഞ്ചിൽ കിലോമീറ്റർ കിട്ടുന്ന വണ്ടികളുണ്ട് നേരെ ഓടിക്കുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക.